നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. 1.5 മാസം നീണ്ട വീറുറ്റ വാശിയേറിയ പോരാട്ടം ഇന്ന് കൊട്ടിക്കയറി അവസാനിച്ചപ്പോൾ 3 മുന്നണികളിലും വലിയ പ്രതീക്ഷയാണ്. സർവേകളുടെ ബലത്തിൽ UDF കേരളം പിടിക്കുമെന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥികളുടെ മികവും ചിട്ടയായ പ്രവർത്തനവും നൽകിയ ആത്മവിശ്വാസമാണ് ഇടതിന്റെ കരുത്ത്. BJP ആകട്ടെ കുറഞ്ഞത് 3 മണ്ഡലങ്ങളിലെങ്കിലും അട്ടിമറി പ്രതീക്ഷിക്കുന്നു. ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി വിഷയങ്ങൾ വോട്ടർമാർക്ക് മുന്നിലേക്ക് ഇട്ടെറിഞ്ഞു കൊടുക്കാൻ മുന്നണികൾക്ക് കഴിഞ്ഞു. ദേശീയ തലത്തിൽ രാജ്യസുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ശ്രദ്ധയൂന്നിയ മോദി ശബരിമല പോലുള്ള പ്രാദേശിക വിഷയങ്ങളും പരാമർശിക്കാൻ മറന്നില്ല. വയനാട്ടിൽ രാഹുൽ എത്തിയപ്പോൾ അത് UDFന് ഊർജമായി. അതേസമയം ദേശീയ തലത്തിൽ BJPക്ക് അടിക്കാൻ നൽകിയ വടിയുമായി അത്. കേരളത്തിൽ ഇടതുപക്ഷത്തിനും ഭരണ നേട്ടങ്ങൾക്കപ്പുറം ശബരിമലയിൽ വോട്ടർമാരോട് വിശദീകരിക്കേണ്ടി വന്നു. പ്രൈം ഡിബേറ്റിൽ ചർച്ചയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട വിഷയം അടിയൊഴുക്കുകളാകുമോ വിധി നിർണ്ണയിക്കുക എന്നതാണ്. പ്രൈം ഡിബേറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാവും ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുക. പ്രധാനപ്പെട്ട അതിഥികൾ കോൺഗ്രസ് നേതാവ് RV രാജേഷ് തിരുവനന്തപുരം സ്റ്റുഡിയോയിലും ചേരും. ആനത്തല വട്ടമാനന്ദൻ CPM നേതാവ് തിരുവനന്തപുരത്തും ചേരും. രാധാകൃഷ്ണ മേനോൻ BJP ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചേരും. A സജീവൻ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിലും ഉണ്ടാകും. പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: അടിയൊഴുക്കുകളാകുമോ ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിർണ്ണയിക്കുക? കോൺഗ്രസ് നേതാവ് RV രാജേഷ്, ആനത്തല വട്ടമാനന്ദൻ CPM നേതാവ്, രാധാകൃഷ്ണ മേനോൻ BJP നേതാവ്, ഒപ്പം A സജീവൻ മാധ്യമപ്രവർത്തകൻ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഒരു തെരഞ്ഞെടുപ്പ് അത് സജീവമായി വോട്ടർമാർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതാത് സർക്കാരുകളുടെ, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വികസന വിഷയങ്ങളായിരിക്കും. അതടക്കമുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയാകേണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോയ പ്രചരണമാണോ ഇത്തവണ നടന്നത്? കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യമായി വോട്ടർമാർക്കിടയിൽ വന്നില്ല. മറ്റു ചില വിഷയങ്ങളിൽ, പ്രാദേശികമായ വിഷയങ്ങളിൽ അടക്കം ഊന്നിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു 3 മുന്നണികളും ശ്രദ്ധയൂന്നിയത്. തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങൾക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ അവരെ ബാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന അങ്ങനെയുള്ള വിഷയങ്ങളാണ് സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രചരണത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ആ വിഷയങ്ങളിൽ ഊന്നിയാണ്. അപ്പോൾ സ്വാഭാവികമായും അല്ലാത്ത, ഇപ്പോൾ BJPയെ സംബന്ധിച്ച് BJP കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ ഇന്ത്യയിലാകമാനം പ്രചരിപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ട്. അത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാ വീടുകളിലും അതിൻ്റെ നേട്ടങ്ങളുടെ വലിയ ലിസ്റ്റ് തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഗൃഹസമ്പർക്കത്തിലെല്ലാം അങ്ങനെയുള്ള പ്രചരണം നടക്കുന്നു ഒരു ഭാഗത്ത്. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ ജനങ്ങളെ നേരിട്ട് ബാധിച്ചിട്ടുള്ള, അവർക്ക് പെട്ടെന്ന് അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി, അവരുടെ വിശ്വാസത്തിൽ കൈകടത്തി. കാരണം അവരുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന സമൂഹത്തിന് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ പാർട്ടികൾക്കും അവരോട് പ്രതിബദ്ധത ഉണ്ടാവേണ്ടതുണ്ട്. ഭരണത്തിന് അവരോട് പ്രതിബദ്ധത ഉണ്ടാവേണ്ടതുണ്ട്. ഭരണകൂടങ്ങൾക്ക് അവരോട് പ്രതിബദ്ധത ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നിഷേധിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും പൊതുവായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. അതിനോടൊപ്പം BJPയുടെ സംബന്ധിച്ച് BJP 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് ഓരോ വീട്ടിലും എത്തിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. മറ്റ് പ്രചരണത്തിനൊപ്പം അതേ പ്രാധാന്യത്തിൽ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളെയും ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ, പ്രളയ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കാമായിരുന്നു. ഫണ്ടുകൾ പിരിക്കപ്പെട്ടു, പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം തുടങ്ങിയോ എന്ന ചോദ്യമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയ വിഷയമാക്കി വോട്ടർമാർക്കിടയിൽ 2, 3, 4 മണ്ഡലങ്ങളിലെങ്കിലും ബാധിക്കത്തക്ക വിഷയമെന്ന രീതിയിൽ ഒരു പക്ഷേ സജീവമായി ചർച്ചയാക്കാമായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് ശബരിമല പോലെയുള്ള വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങിയുള്ള പ്രചരണം അത് അവസാന ഘട്ടത്തിലെങ്കിലും നമ്മൾ കണ്ടു. ആ രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ BJPയും അടക്കം വിജയിച്ചോ എന്നൊരു പ്രസക്തമായ ചോദ്യമാണ്. BJP ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പരാജയമാണ്, അല്ലെങ്കിൽ കടന്നുകയറ്റമാണ് ശബരിമല എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെ ആ വിഷയത്തെയും അവതരിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും ഞങ്ങളാരും നിഷേധിക്കുന്നില്ല. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതേസമയം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അവർ തന്നെ ഭരണകൂടം തന്നെ സൃഷ്ടിച്ച വെള്ളപ്പൊക്കം അതും വിഷയമായിരുന്നു.
പക്ഷേ അതെല്ലാം ഒരു പരിധിവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ അതിലേറെ കൂടുതൽ പ്രാധാന്യം വിശ്വാസത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അത് ജനങ്ങളെ നേരിട്ട് ബാധിച്ച ബഹുഭൂരിപക്ഷം ജനങ്ങൾ വിശ്വാസികളായതുകൊണ്ടാണ് ആ നിലയിലുള്ള ഒരു ചർച്ച രൂപപ്പെട്ടിട്ടുള്ളത്. RV രാജേഷും ചേരുന്നു, കോൺഗ്രസ് നേതാവ്. രാജേഷ്, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇപ്പോൾ AK ആന്റണിയുടെ റോഡ് ഷോയിൽ നടക്കം അവിടെ പങ്കെടുത്ത ശേഷമാണ് രാജേഷ് സ്റ്റുഡിയോയിലേക്ക് എത്തുന്നത്. ഒരുപാട് വിഷയങ്ങൾ തിരുവനന്തപുരത്താണ് രാജേഷ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഒരുപാട് മണ്ഡലങ്ങളിൽ പോയി പ്രവർത്തിച്ച് പരിചയമുണ്ടായ ഒരാൾ കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാജേഷ് പ്രധാനമായും കണ്ട വിഷയങ്ങൾ, നമ്മൾ നേരത്തെ ശ്രീ രാധാകൃഷ്ണനോട് ചോദിച്ചതുപോലെ ഒരു സർക്കാരുകളുടെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ എന്നതിനപ്പുറം മറ്റു പല വിഷയങ്ങളിലേക്കും ഈ കാര്യങ്ങൾ മാറ്റുന്നതിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ശ്രദ്ധ കൊണ്ടുവരുന്നതിൽ ഈ മുന്നണികൾ ശ്രദ്ധിച്ചോ? ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ അവസാന ഘട്ടത്തിൽ സജീവമായി ചർച്ചയ്ക്ക് വന്നുവല്ലോ. എന്താണ് താങ്കൾ കണ്ട വിഷയങ്ങൾ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ കോൺഗ്രസ് ഉയർത്തുന്ന വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് അഴിമതി, അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഈ 1000 ദിവസത്തെ ഭരണം, ആ ഭരണത്തിൻ്റെ പിടിപ്പുകേടുകൾ, അതോടൊപ്പം തന്നെ രാജ്യത്തെ രാഷ്ട്രീയ രംഗത്തെ വർഗീയത, ഇത് ഊന്നി തന്നെയാണ് കോൺഗ്രസ് ആദ്യം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്, അടുത്ത 5 വർഷം ഭരിച്ച ഗവൺമെൻറ് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ അത് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞാണ് വോട്ട് പിടിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിരുന്നു, തിരുവനന്തപുരത്ത് വന്നിരുന്നു. പക്ഷേ ഇവിടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നമ്മൾ 5 വർഷത്തെ ഭരണ നേട്ടത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെ വിശ്വാസത്തിലൂന്നി അല്ലെങ്കിൽ ശബരിമല അങ്ങനെയുള്ള ചില അജണ്ടകളിൽ മാത്രമാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റിന് 5 വർഷം ഭരിച്ച ഗവൺമെന്റിന് ആ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയാനില്ലാതെ ശബരിമലയുടെ വിഷയത്തിൽ മാത്രം വോട്ട് ചെയ്യണം. പക്ഷേ ശബരിമലയിൽ എന്താ BJPയുടെ സത്യത്തിൽ വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു സമീപനമല്ലേ BJP സ്വീകരിച്ചുള്ളത്? ഇതിൽ കേസ് കൊടുത്തത് പ്രേരണകുമാരി, BJP ബന്ധമുള്ളവർ. അന്ന് സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ അവിടെ കക്ഷി ചേരാൻ പോലും BJP ഇല്ലായിരുന്നു. ഒടുവിൽ അവിടെ അന്ന് UDF ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വളരെ കൃത്യമായി വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവിടെ സ്ത്രീകളോട് ഡിസ്ക്രിമിനേഷനും ഇല്ല, ആർട്ടിക്കിൾ 14 ലംഘനമില്ല എന്ന് വളരെ ക്ലിയറായി അന്നത്തെ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ്. ആ അഫിഡവിറ്റിനെ മാറ്റിമറിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നപ്പോൾ പുതിയ അഫിഡവിറ്റ് കൊടുത്തു. അതിന്റെ അടിസ്ഥാനം സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോൾ സ്വാഗതം ചെയ്തവരല്ലേ BJP. പക്ഷേ എപ്പോഴാണ് ഇവർ വിശ്വാസികളോടൊപ്പം നിന്നത്? വിശ്വാസികൾ ഇതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ അതിനൊപ്പം നിൽക്കാതിരുന്ന BJP ഒടുവിൽ ഏറ്റവും അവസാനമായി ഇതിന്റെ പേരിൽ വോട്ട് തട്ടാം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ മാത്രമാണ് വിശ്വാസികളോടൊപ്പം നിന്നത്. പക്ഷേ ഇതിൽ വളരെ പച്ചയായി പറഞ്ഞാൽ ഇവർ വിശ്വാസികളെ ചതിക്കുകയും വഞ്ചിക്കുകയുമാണ് ചെയ്തത്. വിശ്വാസികളുടെ പേരിൽ മുതലെടുപ്പ് നടത്തുക മാത്രമാണ് ചെയ്തത്. ഇവിടെ എപ്പോഴാണ് ഇവർ വിശ്വാസികളോടൊപ്പം നിന്നത്? സമരം ചെയ്താൽ മാത്രം മതിയോ? അക്രമം നടത്താൽ മതിയോ? വിശ്വാസം സംരക്ഷിക്കാനെന്ന പേരിൽ, ആചാരം സംരക്ഷിക്കാനെന്ന പേരിൽ ശബരിമലയിൽ 18-ാം പടിയിൽ പോയി ആചാര ലംഘനം നടത്തിയത് BJP ആണ്, RSS ആണ്. നമ്മളൊക്കെ കണ്ടതാണ്. അവിടെ വിശ്വാസികളുടെ മേൽ ആക്രമണം നടത്തിയത്, തേങ്ങ എറിഞ്ഞത്, ഇതൊക്കെ RSS ആണ്, BJP ആണ്. അവിടെ നിങ്ങൾ വിശ്വാസികളോടൊപ്പമാണെങ്കിൽ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചാൽ പോരെ? സുപ്രീം കോടതി വിധി മറികടക്കാൻ വേണ്ടി നിങ്ങൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കാം, നിയമനിർമ്മാണം നടത്താം. കേന്ദ്ര ഗവൺമെന്റ് 5 വർഷക്കാലം ഇവരുടെ കയ്യിലിരുന്ന ഗവൺമെന്റാണ്. അതൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം പ്രധാനമന്ത്രി അടക്കം ഇറങ്ങി നിന്ന് വിശ്വാസത്തെ സംരക്ഷിക്കുമെന്ന് പറയുന്നു. ഇതുവരെ സംരക്ഷിക്കാത്തവർ ഇനി സംരക്ഷിക്കുമെന്ന് എന്തുറപ്പിന്റെ പേരിലാണ് പറയുന്നത്? അപ്പോൾ ഇവിടെ പിണറായി വിജയന്റെ ഗവൺമെന്റ് ചെയ്തത് വിശ്വാസികളെ നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അവിടെ ആക്ടിവിസ്റ്റുകളെ പോലീസ് യൂണിഫോം ഇട്ട് ശബരിമലയിൽ കയറ്റി അങ്ങനെ വിശ്വാസത്തെ ഹനിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടത്തി. അപ്പോൾ അത് BJPക്ക് ഊർജ്ജം പകരാൻ വേണ്ടിയായിരുന്നു, ഈ വർഗീയതയെ താലോലിക്കാൻ വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ വർഗീയതയ്ക്ക് വഴിമരുന്നിടുക എന്നുള്ളതായിരുന്നു ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. അതിനെ നന്നായി മുതലെടുക്കാൻ ഒരു സുവർണ അവസരമാക്കിക്കൊണ്ട് BJP രംഗത്ത് വന്നു. ഇതല്ലാതെ ശബരിമലയുടെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ ഈ ഗവൺമെന്റ്, ഈ BJPക്ക്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക്, കേരളത്തിലെ BJP നേതൃത്വത്തിന് യാതൊരു അവകാശവുമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ രാജേഷ്, അതായത് ഈ വിലയിരുത്തലുകൾ, അതായത് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഈ പ്രളയവും ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ, അതിലെ വീഴ്ചകൾ, അത് ശരിയായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയ്ക്ക് വന്നു. ഓഖി ദുരന്തത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ, അത് വലിയ തോതിൽ തീരദേശ മേഖലകളിലെങ്കിലും ഒരുപാട് പ്രതിഷേധമുയർന്ന സംഭവമാണ്. അത് കാര്യമായി ചർച്ചയ്ക്ക് വന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ കാര്യമെടുത്താൽ ഈ പറഞ്ഞതുപോലെയുള്ള നോട്ട് നിരോധനം, GST നടപ്പിലാക്കിയത് അടക്കമുള്ള വിഷയങ്ങൾ, ഇതൊന്നും കാര്യമായ രീതിയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ ഈ ശബരിമലയിൽ ഊന്നിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ BJP, അമിത്ഷായും മോദിയും അടക്കം അവർ മുന്നോട്ട് വെച്ച അജണ്ടയിൽ വീണുപോകുകയായിരുന്നു കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ.
ഒരിക്കലുമില്ല. പ്രളയം ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ പ്രളയത്തിൻ്റെ ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് CPM കിട്ടിയ ഏറ്റവും വലിയ അടിയല്ലേ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതാണ്. ഇവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. ഡാമുകൾ ഒരുമിച്ച് തുറന്നു വിട്ടതാണ് കേരളത്തിൽ പ്രളയമുണ്ടാകാൻ കാരണമെന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഇത്രയധികം ആളുകളെ ബാധിക്കുകയും ഇത്രയധികം കൃഷിഭൂമികൾ ഒലിച്ചു പോവുകയും വീടുകൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് ആശ്വാസം എത്തിക്കാൻ എന്താണ് ഈ ഗവൺമെൻറ് ചെയ്തത്? ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. 10,000 രൂപയുടെ സഹായം പോലും കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൃഷിഭൂമി നഷ്ടപ്പെട്ടവർക്ക്, കൃഷി നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വീട് നഷ്ടപ്പെട്ടവർ അവസാനം അവർ കിഡ്നി വിൽക്കാനുണ്ട് എന്ന് ബോർഡെഴുതി തൂക്കേണ്ട ഒരു അവസ്ഥ പോലും കേരളത്തിലുണ്ടായി. വീട് പുനർനിർമ്മിക്കാനോ വീട് വൃത്തിയാക്കാനോ ഇതിനൊന്നും സഹായം നൽകാത്ത ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊരു വലിയ വീഴ്ചയുണ്ടായി. അത് ഞങ്ങൾ തുറന്നു കാട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് നോട്ട് നിരോധനം അടക്കമുള്ള വിഷയങ്ങൾ, റഫാൽ അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഹുൽ ഗാന്ധി ആദ്യം മുതൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആദ്യഘട്ടത്തിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയായിരുന്നു. പക്ഷേ അവസാനം വന്നപ്പോഴത്തേക്ക് ഞാനൊരു 4-5 മണ്ഡലങ്ങളിൽ പോയ ഒരാൾ കൂടിയാണ്. അപ്പോൾ പ്രസംഗങ്ങളിൽ കേൾക്കുന്നത് സ്ഥാനാർത്ഥികളുടെ പ്രചരണ വിഷയമായതൊന്നും ഇതായിരുന്നില്ല. ശബരിമല വിഷയത്തിൽ തങ്ങൾ വിശ്വാസികൾക്കൊപ്പം നിൽക്കും. ആ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും. അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ, അതൊന്നും കാര്യമായി വോട്ടർമാർക്കിടയിൽ എത്തിക്കാൻ അവസാന ഘട്ടത്തിൽ പ്രചരണം മൂർച്ഛിച്ചപ്പോൾ സാധിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ശ്രീ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് വന്നതോൾ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും ഈ വിഷയങ്ങൾ കൃത്യമായി ഉന്നയിച്ചിരുന്നു. നോട്ട് നിരോധനമടക്കം, ഈ രാജ്യത്തെ സംഘടിത കൊള്ളയടക്കമുള്ള കാര്യങ്ങൾ, ഈ രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക്, മെഹുൽ ചോക്സിക്ക്, നീരവ് മോഡിക്ക് അടക്കമുള്ളവർക്ക് ഈ രാജ്യത്തെ പണയം വെച്ചതടക്കമുള്ള നരേന്ദ്രമോദി ഗവൺമെന്റ് നയങ്ങൾ, ഇതിനെ വളരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രസംഗം. അത് നമ്മളൊക്കെ വളരെ ശ്രദ്ധിച്ചതാണ്. മാധ്യമങ്ങളെല്ലാം വളരെ കാര്യമായി ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ റഫാൽ അഴിമതി എല്ലാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യം മുതൽ അവസാന പാദം വരെ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഇത് വളരെ വ്യക്തമായ അഴിമതിയുണ്ട്. 526 കോടി രൂപയ്ക്ക് UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ വാങ്ങാൻ തീരുമാനിച്ചിരുന്ന റഫാൽ വിമാനം അത് 1760 കോടി രൂപയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചതിലെ ആ അന്തരം, അഴിമതി, ഇത് വളരെ വ്യക്തമായി ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം അത് അഴിമതി തന്നെയായിരുന്നു. ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ നടന്ന വലിയ അഴിമതി, ആ അഴിമതി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണായുധമാക്കാൻ ഞങ്ങൾ, പക്ഷേ ഇതിൽ നിന്നൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി, ഇതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവമായി 5 വർഷത്തെ ഗവൺമെന്റ് നേട്ടങ്ങൾ പറയാനില്ലാത്ത BJP ഇത് ഒരു സിംഗിൾ അജണ്ടയിലേക്ക്, വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ നിൽക്കുന്നു എന്നുള്ള ഒരു അജണ്ടയിലേക്ക് കൊണ്ടുപോവുകയും ഇവിടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം. ആ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ആരാണ് നിലകൊണ്ടിരുന്നതെന്ന് ജനങ്ങൾക്കറിയാം. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ പെട്ടെന്ന് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയുമോ? ഇവിടെ ഓരോ വിഷയങ്ങളും വളരെ വ്യക്തമായി പഠിച്ചാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ വിഷയങ്ങൾ ജനങ്ങൾക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിലെ പ്രയോറിറ്റി എന്താണെന്നറിയാം. ആ പ്രയോറിറ്റി അനുസരിച്ച് തന്നെയാണ് ജനങ്ങൾ രാഷ്ട്രീയ അജണ്ട തീരുമാനിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ BJPയോ CPMോ ഇത് ഒരു രീതിയിൽ വഴിതിരിച്ച് വിട്ടതുകൊണ്ട് മാത്രം രാഷ്ട്രീയ അജണ്ടകൾ മാറുന്നില്ല. രാഷ്ട്രീയ അജണ്ടകൾ തീരുമാനിക്കുന്നത് ജനമാണ്. ആ ജനത്തിന്റെ തീരുമാനം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നന്നായി പ്രതിഫലിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം. തീർച്ചയായും രാജേഷ്, ശ്രീ ആനത്തലവട്ടമാണെന്ന് ഇത്തരത്തിൽ ജനം തീരുമാനിക്കണം. ഇനി നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ജനം തീരുമാനിക്കും ഇനി ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ. താങ്കൾ നിരീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗവുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ച ഒരാളെന്ന രീതിയിൽ കാര്യമായ വിഷയങ്ങൾ, യഥാർത്ഥ വിഷയങ്ങൾ വോട്ടർമാർക്കിടയിൽ എത്തിക്കാൻ മുന്നണികൾക്കായോ? പ്രചരണ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ നടത്താൻ സാധിച്ചു? ഇടതുമുന്നണിക്കടക്കം പ്രതീക്ഷിച്ചതുപോലെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കേണ്ട വിഷയങ്ങൾ കൃത്യമായും എത്തിക്കാൻ സാധിച്ചോ ഇടതുമുന്നണിക്ക്? മുന്നണിക്ക് അവരാൽ കഴിയുന്നിടത്തോളം ദേശീയ പ്രശ്നങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ UDFും BJPയും അതിൽ നിന്ന് ഒളിച്ചോടി. ഇന്ത്യ രാജ്യം ആര് ഭരിക്കണം വരുന്ന 5 വർഷക്കാലം, ഈ ഭരിച്ച ആൾക്കാർ 5 വർഷം ഭരിച്ചതിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ത്, ഇതാണെന്ന് തുറന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. ഇവരാകെ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞു. വിശ്വാസം ഇന്ത്യൻ ഭരണഘടനയോടാണ് വിശ്വാസം പുലർത്തേണ്ടത്. ആ ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിച്ച് ഇന്ത്യയെ നിലനിർത്തിയിരിക്കുന്നത്. ആ ഭരണഘടനയാണ് മതേതരത്വവും ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഉറപ്പ് നൽകുന്നത്. ആ ഭരണഘടനയാണ് രാജ്യം ഒരു നിയമവാഴ്ചയുള്ള രാജ്യമായി ഉറപ്പ് നൽകുന്നത്. അതിനെ ലംഘിക്കലാണ് BJPയും കോൺഗ്രസും ചെയ്തിരിക്കുന്നത്. അവർ ആത്മീയ വിശ്വാസം, ഒരു അമ്പലത്തിലെ വിശ്വാസവും പറഞ്ഞിട്ടാണ് നടക്കുന്നത്. വിശ്വാസം ഭരണഘടനയോടാകണം. ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പല്ല. ഇന്ത്യ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിൽ നിന്ന് ഒളിച്ചോടി നിങ്ങൾ.
അങ്ങനെ നിങ്ങൾ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇനി ഒരിക്കലും അധികാരത്തിൽ വരാതിരിക്കാനുള്ള ക്രിമിനൽ കുറ്റം ഈ രാജ്യത്തെ ശിഥിലപ്പെടുത്താൻ, രാജ്യത്തിൻ്റെ മതേതരത്വവും ഐക്യവും അഖണ്ഡതയും തകർക്കാൻ ഭരണ നടപടികൾ സ്വീകരിച്ച ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനാണ് രാജ്യത്തെ മതേതര ജനാധിപത്യ നിയമവാഴ്ച നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഇന്ത്യ രാജ്യത്ത് ചിന്തിച്ചത്. അതിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി നിങ്ങളിവിടെ വന്ന് അതിനെതിരായി ശക്തിയായി പോരാടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ആക്രമിക്കാനാണ് കേരളത്തിൽ കോൺഗ്രസും BJPയും ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ശബരിമല മാത്രമേ ഉള്ളൂ. രാജ്യത്ത് 5 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ കെടുതികൾ പറയാനുണ്ടായില്ല. ഇപ്പോൾ ആങ്കർ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഞങ്ങളും അതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. നിങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ച് ഇവിടുത്തെ ഓഖി ദുരന്തത്തിൽ, അതുപോലെ പ്രളയ ദുരന്തത്തിൽ, അതേപോലെ തന്നെ നിപ വൈറസ്, ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ ഈ ഗവൺമെൻറ് നടത്തിയ പരിശ്രമങ്ങൾ, ഈ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ നിങ്ങൾ വിലയിരുത്തേണ്ട, ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്, ലോകമാകെ വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഇത്തവണ വിധിയെഴുത്തി. ഇപ്പോഴല്ലേ നിങ്ങൾ പറയുന്നത് പ്രളയത്തിന് കാശ് കൊടുത്തില്ല. ഓഖി ദുരന്തത്തിന് ആർക്കെങ്കിലും ആക്ഷേപമുണ്ട്? ഓഖി ദുരന്തത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് വരെ ഇതിനു മുമ്പും ദുരന്തമുണ്ടായിട്ടുണ്ട്. ഓഖിയുടെ പേരല്ലെങ്കിലും വേറെ ദുരന്തമുണ്ടായിട്ടുണ്ട്. പോയി ജീവൻ നഷ്ടപ്പെടുന്ന തൊഴിലാളിയുടെ കുടുംബത്തിന് എന്ത് സഹായമാണ് നൽകിയിട്ടുള്ളത്? ആ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ എന്ത് സഹായമാണ് നൽകിയിട്ടുള്ളത്? അവരുടെ നഷ്ടപ്പെട്ട എല്ലാം വീണ്ടെടുക്കാനും പുതിയ വീട് നിർമ്മിക്കാനും നൽകിയ സഹായം ഈ ഗവൺമെൻറ് അല്ലേ ചെയ്തത്? മുമ്പ് ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്യുന്നുണ്ടോ? ഇന്ത്യയിൽ ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്യുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾ ജനങ്ങൾ ആ കടലോരത്ത് എന്ന് മത്സ്യത്തൊഴിലാളിയോട് ചോദിച്ചാൽ ദുരന്തത്തിൽപ്പെട്ടവരതിൻ്റെ മറുപടി മുന്നിലോട് ചോദിക്കാനുള്ളത്. അതായത് നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയം, നോട്ട് നിരോധനം, GST, പെട്രോൾ ഡീസൽ വില വർധനവ്, കാർഷിക മേഖലയിലെ തകർച്ചയടക്കം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരിക്കെ BJP അവസാനം സെറ്റ് ചെയ്തു വന്ന ഒരു അജണ്ട, പ്രചരണം പൂർണ്ണമായും ശബരിമലയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം, വിശ്വാസ സംരക്ഷണം എന്ന രീതിയിൽ മോദിയും അമിത്ഷായും ആവർത്തിച്ച കാര്യം, അതിന് മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് മുന്നണികളുടെ പ്രചരണം മാറിയില്ലേ? മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും അടക്കം ആ വിഷയത്തിൽ ഊന്നിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം അവസാന ഘട്ടത്തിലെങ്കിലും വന്നില്ലേ? ആളുകളെ കൺഫ്യൂസ് ചെയ്യാൻ ആ പ്രചരണം കൊണ്ടുവന്നപ്പോൾ മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. മറുപടി പറഞ്ഞു. വിശ്വാസം ആരാണ് ഈ കേരളത്തിൽ സംരക്ഷിച്ചത്? വിശ്വാസം സംരക്ഷിക്കാനാണ് രാജ്യത്തെ വിശ്വാസികൾക്ക് അമ്പലത്തിൽ പോയി തൊഴാനും പ്രാർത്ഥന നടത്താനുള്ള സ്വാതന്ത്ര്യം കൽപ്പിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി. ആ വിധി നടപ്പാക്കാൻ ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എടുത്ത നടപടിയല്ലേ വിശ്വാസികളുടെ സംരക്ഷണം? വിശ്വാസികളാണോ അമ്പലത്തിൽ കാണിക്കയിടരുതെന്ന് പറയുന്നവർ? വിശ്വാസികളാണോ അവിടെ പോയി തൊഴാൻ വരുന്ന ഭക്തജനങ്ങളെ കല്ലെറിയുകയും ചീത്ത വിളിക്കുകയും പിച്ചിച്ചീന്തുകയും ചെയ്യുന്നത്? അവർ ആക്രമണകാരികളാണ്. അവരെ അതിൽ നിന്ന് തടഞ്ഞ് വിശ്വാസികൾക്കെല്ലാം സംരക്ഷണവും കൊടുത്ത ഗവൺമെൻറ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. ആ ശബരിമലയെ തകർക്കാനായിരുന്നു ഇവിടെ ലക്ഷ്യം. ബാബറുടെ പള്ളി തകർക്കാനായിരുന്നു ഇവിടെ ലക്ഷ്യം. അതിൻ്റെ പേര് പറഞ്ഞാൽ വർഗീയ കലാപം ഇവിടെ ഇന്ത്യ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിരുന്നു ശ്രമം പിണറായി വിജയൻ്റെ ഭരണകാലത്ത്. നടന്നില്ല. അതിനെ തടഞ്ഞ് ഒരു കാര്യം മാത്രമേ ഇവർ വിചാരിച്ച് നടന്നുള്ളൂ, കാണിക്കയിടരുത്. ദൈവത്തിന് കാണിക്കയിടരുതെന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പ് വിളക്ക് കത്തിക്കണ്ടേ, അതിന് എണ്ണ വാങ്ങണ്ടേ, തിരി വാങ്ങണ്ടേ, കത്തിക്കുന്നതിന് ശമ്പളം കൊടുക്കണ്ടേ, ആ അമ്പലത്തിൻ്റെ പരിസരം വൃത്തിയാക്കണ്ടേ? ഇതിനൊന്നും കാണിക്കയിടരുതെന്ന് പറഞ്ഞത് വിശ്വാസമാണോ? 100 കോടി രൂപയാണ് മകരവിളക്കിനും മണ്ഡലവിളക്കിനും ഇത്തവണ വരുമാനം കുറഞ്ഞത്. പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ് 100 കോടി രൂപ ദേവസ്വത്തിന് അവിടെ വിളക്ക് കത്തിക്കാനും ശമ്പളം കൊടുക്കാനും ഈ കുറഞ്ഞ കാശ് ഈ ഖജനാവിന് നൽകിയത്. ആരാ വിശ്വാസി? പിണറായി വിജയനാണോ? ഇവരാണോ വിശ്വാസികൾ? കാലണ പോലും അമ്പലത്തിൽ കാണിക്കയിടരുതെന്ന് പറയുന്നത് വിശ്വാസമാണോ? അമ്പലങ്ങളെ തകർക്കലല്ലേ, വിശ്വാസങ്ങളെ തകർക്കലല്ലേ? ആ വിശ്വാസങ്ങളെ തകർക്കുന്നതിന് ബദലായി 100 കോടി രൂപ ഖജനാവിന് കാശുണ്ടായിട്ടല്ല, പക്ഷേ വിശ്വാസികളുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് അമ്പലങ്ങളെയും വിശ്വാസികളെയും സംരക്ഷിക്കുക എന്നുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ട് മാത്രമല്ല 739 കോടി രൂപയാണ് ഇനി വരുന്ന ഭക്തജനങ്ങളുടെ സൗകര്യമൊരുക്കാൻ പമ്പയിലും നിലയ്ക്കലുമായി ഈ ഗവൺമെൻറ് ഇത്തവണ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. അത് വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? വിശ്വാസികളോട് നിഷേധം കാണിച്ചതാണോ? അതെല്ലാം ശബരിമലയും ഈ പ്രദേശത്ത് വിശ്വാസികളുടെയും താല്പര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് ആ വിഷയം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. അത് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ അതും പറഞ്ഞിട്ട് അതിന് മറുപടിയും പറയും കേന്ദ്ര ഗവൺമെൻറ് കാണിച്ച കൊള്ളരുതായ്മകളെ കുറിച്ച്. യഥാർത്ഥ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് 10-40 ദിവസമായി നടന്ന പ്രചണ്ഡമായ പ്രചരണ രംഗത്ത് ചർച്ചയായോ? വോട്ടർമാർക്കിടയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണോ മുന്നണികൾ മുന്നോട്ട് വെച്ചത്? സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ ഭരണ നേട്ടങ്ങളും ഭരണവുമായി ബന്ധപ്പെട്ട വീഴ്ചകളും ഒക്കെ ശരിയായ രീതിയിൽ ചർച്ച ചെയ്യാൻ വോട്ടർമാർക്ക് ആയോ?
അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവർ ശരിക്കും നിശ്ചയിച്ച് വോട്ട് ചെയ്യേണ്ട വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയോ? വോട്ടർമാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അവരുടെ മനസ്സിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് സംശയമില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടെ 2014 തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള സർക്കാരിൻ്റെ ഭരണകാലത്ത് ഉണ്ടായ സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ, അവർ ചെയ്യാമെന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്തോ ഇല്ലയോ എന്നതിനുള്ള വിലയിരുത്തൽ ആരും നടത്തിയിട്ടില്ല. ഇവിടെ UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ഒരിക്കലും നടത്തില്ല. BJPക്കാരിപ്പോൾ രാധാകൃഷ്ണ മേനോൻ ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ അച്ചടിച്ചു കൊടുത്തു. അച്ചടിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ഈ കഴിഞ്ഞ തവണത്തെ 2014 ഈ അവരുടെ പ്രകടന പത്രിക, അതാണല്ലോ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മുമ്പാകെ വെച്ച് അതിൽ നിന്ന് വോട്ട് നേടിയിട്ടാണ് അവർ അധികാരത്തിൽ വരുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ 2014 തെരഞ്ഞെടുപ്പിന് പ്രകടന പത്രികയെക്കുറിച്ച് 2019 ആദ്യ ആരംഭത്തിൽ ചോദിച്ചപ്പോൾ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി BJPയുടെ ദേശീയ പ്രസിഡന്റ് പറഞ്ഞ കാര്യം എന്താണ്? ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല, അതുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞു. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പാക്കുക എന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമില്ലായിരുന്നു. ഇത് കുറേ കൂടി വ്യക്തമായിട്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളയും പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അന്നൊക്കെ ചില പ്രതികരണങ്ങളുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടത്തിൽ എത്രമാത്രം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു? ഇതാ 2014 ഇവർ നടത്തിയ പ്രകടന പത്രിക, അതിനെക്കുറിച്ച് പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇതാണ് എന്ന് പറഞ്ഞ് അതാണല്ലോ വേണ്ടത്. അത് കഴിഞ്ഞാണല്ലോ 2019 പ്രകടന പത്രിക നടപ്പാക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കേണ്ടത്. അതിനിപ്പോൾ അടുത്ത തവണയല്ലേ നോക്കാൻ പറ്റുള്ളൂ, 2024 നോക്കാം. അതല്ലാതെ ഈ 2014 കാര്യം എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് രണ്ട് പ്രധാന നേതാക്കന്മാർ പറഞ്ഞ കാര്യമാണ്. അതിവിടെ ചർച്ചയായില്ല. അതായത് സർക്കാർ ചെയ്യുമെന്ന്, ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞ ഒരു കാര്യം, വിശ്വാസികളുടെ കാര്യം. വിശ്വാസികൾ വഞ്ചിക്കുമ്പോൾ അതിനെതിരെ ഞങ്ങൾ പോകുന്നത് നല്ല കാര്യമാണ്. ഇവിടെ രാജേഷ് പറഞ്ഞൊരു കാര്യം, ഈ BJP വിശ്വാസികളെ വഞ്ചിക്കുകയായിരുന്നു. സത്യത്തിൽ അദ്ദേഹം പ്രേരണാകുമാരി ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം വെച്ച് സംസാരിച്ചു. അതൊക്കെ നല്ല കാര്യം. പ്രേരണാകുമാരി BJPക്കാരിയല്ല, RSSകാരിയല്ല എന്നും ഇപ്പോൾ രാഷ്ട്രീയ ഏതൊരു ചർച്ചയിൽ പറഞ്ഞിട്ട് അവർ പണ്ട് CPM ആണ്. ഞാൻ പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി നോക്കുമ്പോൾ അവർ CPM ആയിട്ട് ഏതെങ്കിലും കാലത്തുണ്ടായതായിട്ട് എനിക്ക് വിവരം കിട്ടിയില്ല. എന്തായാലും പ്രേരണാകുമാരിയാണ് കൊണ്ടുവന്നത്. 12 വർഷം നടന്ന കേസാണ്. ഈ 12 വർഷത്തിന് എപ്പോഴെങ്കിലും ഇവർ കൊടുക്കുന്ന യങ് ലോയേഴ്സ് ഫോറം കൊണ്ടുവന്ന കേസ് തെറ്റാണ്, അത് വിശ്വാസികളെ വഞ്ചിക്കുന്നതാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു BJP നേതാവ് ഇതിൽ കേസിൽ കക്ഷി ചേർന്നതായിട്ട് നമുക്കാർക്കും അറിയില്ല. മാത്രമല്ല ഭയ്യാജി ജോഷി ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് RSSൻ്റെ രണ്ടാമത്തെ പ്രമുഖനായിട്ടുള്ള ആൾ, ഭയ്യാജി ജോഷി എന്ന് RSSകാരെ വിളിക്കുന്ന സുരേഷ് ജോഷി ഉൾപ്പെടെ ആളുകൾ, കേരളത്തിൽ ഹരി ഉൾപ്പെടെയുള്ള ആളുകൾ, രാജഗോപാൽ ഉൾപ്പെടെ ആളുകൾ, ഏറ്റവും വിധി വന്നതിന് ശേഷം സഞ്ജയൻ, ഇവരെല്ലാവരും ശ്രീധരൻപിള്ള ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഇത് രാജ്യത്തിൻ്റെ നിയമമാണ്, എല്ലാ സ്ത്രീകൾക്കും ഈ ശബരിമലയിൽ പ്രവേശനം കൊടുക്കണമെന്ന് അവരാവശ്യപ്പെട്ടു. വേറൊരു കോൺഗ്രസ് നേതാവോ CPM നേതാവോ ഇതിനെക്കുറിച്ച് ലേഖനം എഴുതിയതായിട്ടോ അഭിപ്രായം പറഞ്ഞതായിട്ടോ നമുക്കറിയില്ല. അപ്പം BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്ന് ഇതായിരുന്നു, അവിടെ ശബരിമലയിൽ പ്രവേശനം കൊടുക്കണം. എപ്പോഴേത് മാറിയത്? എപ്പോഴാണ് ഇവർ വിശ്വാസികളുടെ കൂടെ ആയത്? അതിനെക്കുറിച്ച് ഞാൻ BJPക്കാർ ഇത് മുതലെടുത്തതിനെ കുറിച്ചല്ല പറയുന്നത്, അവർ സ്വാഭാവികമായിട്ടും മുതലെടുത്തു. പക്ഷേ ഇതൊരു ചർച്ചയാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എപ്പോഴെങ്കിലും LDFO UDF അത് മാത്രം വെച്ചുകൊണ്ട് ഇനിയൊക്കെ പോട്ടെ. ഏറ്റവും ഒടുക്കം ഈ കഴിഞ്ഞ ദിവസം ശ്രീധരൻപിള്ള നടത്തിയ പ്രസ്താവന, ഒരു മനുഷ്യൻ LDFലെയും UDFലെയും ഒരു മനുഷ്യൻ അതിനെക്കുറിച്ച് പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല, കേട്ടില്ല. ഇത് അദ്ദേഹം പറഞ്ഞല്ലോ, ശ്രീധരൻപിള്ള പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാരിന് അഫിഡവിറ്റ് ഒരു ഓർഡിനൻസോ നിയമനിർമ്മാണമോ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. വേണ്ട, കഴിയില്ലെങ്കിൽ അത്, പക്ഷേ ഓർഡിനൻസോ നിയമനിർമ്മാണമോ നടത്താൻ കഴിയില്ല എന്ന് പറയുന്ന ശ്രീധരൻപിള്ള അദ്ദേഹം തന്നെ നോക്കേണ്ടേ? BJPയുടെ ഈ പ്രകടന പത്രികയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ശബരിമലയുടെ പ്രശ്നം പരിഹരിക്കും,
സ്ത്രീ പ്രവേശനവുമായി സംബന്ധപ്പെട്ട പ്രശ്നം ഞങ്ങൾ ഇല്ലാതാക്കുക. അതെങ്ങനെയാണ് പറ്റുക? ഒന്നുകിൽ ഓർഡിനൻസ് കൊണ്ടുവരണം കേന്ദ്രം, അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തണം. അതല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് കണ്ണുരുട്ടി നടപ്പാക്കാൻ പറ്റില്ലല്ലോ. ഇത് ഇവിടെ ചർച്ച ചെയ്തു ശ്രീ സജീവൻ. അതുപോലെ തന്നെ ഇപ്പൊ ശബരിമല വിഷയത്തിൽ ഏതായാലും നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ആരാണ് എന്ന് നമുക്ക് 23-ന് അടുത്ത മെയ് മാസം 23-ന് വോട്ടെണ്ണൽ ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴും BJPക്ക് ചുരുങ്ങിയതൊരു 5 മണ്ഡലങ്ങളിലെങ്കിലും ഉണ്ടായ ഒരു ആർജവം, തെരഞ്ഞെടുപ്പ് രംഗത്ത് അവരുടെ സ്ഥാനാർത്ഥികൾ കൂട്ടുന്ന ആളുകൾ, ഇപ്പോൾ പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ്റെ കാര്യമെടുത്താലും, തിരുവനന്തപുരത്ത് കുമ്മനത്തിൻ്റെ കാര്യമെടുത്താലും, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ കാര്യമെടുത്താലും ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവർ വോട്ട് നേടുന്നത്. അവർ സെറ്റ് ചെയ്ത ആ അജണ്ടയിൽ അത് മറുപടി പറയേണ്ട ബാധ്യത മറ്റു മുന്നണികൾക്ക് വരികയും തെരഞ്ഞെടുപ്പ് രംഗത്ത് നേട്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തില്ലേ? തീർച്ചയായിട്ടും ഞാനതിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ഗംഭീരമായ വിജയം നേടുമായിരുന്നു അവർ. കാരണം അവർ ശ്രീധരൻപിള്ള പറഞ്ഞ ശരിയാണ്, അവരുണ്ടാക്കിയ അജണ്ട, അവർ നിശ്ചയിച്ച് വരച്ച വര, അതൊക്കെ കൃത്യമായിട്ട് മറ്റുള്ള ആളുകളെ പിന്നാലെ പോകുന്നൊരവസ്ഥയുണ്ടായി. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഞങ്ങളാണ് വിശ്വാസികളുടെ കൂടെ എന്ന് പറഞ്ഞ് പോകുന്ന രീതിയിലേക്ക് എല്ലാവരും പോയി. പക്ഷേ അവർക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയത് അതിനെ വിവരക്കേട് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും അവർക്ക് പറ്റിയൊരു ശ്രീധരൻപിള്ളയ്ക്ക് പറ്റിയൊരു പാളിച്ചയല്ലേ. അദ്ദേഹം ഇത് പറഞ്ഞു, യുവമോർച്ചയുടെ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വരച്ച വര, ഞങ്ങൾ ഉണ്ടാക്കിയ, ഞങ്ങൾ സെറ്റ് ചെയ്ത അജണ്ട തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ജനത്തിന് മനസ്സിലായി ഇത് ഇവരുടെ അജണ്ടയാണെന്ന്. അതുകൊണ്ട് നല്ലൊരു ശതമാനം ബുദ്ധിയുള്ള ജനങ്ങളെല്ലാവരും ഇക്കാര്യം മനസ്സിലായി ഇവരുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ലാന്ന്. എന്നാൽ പോലും ഇതുകൊണ്ട് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത് BJPക്കാണെന്നുള്ള കാര്യം സംശയമില്ല. തീർച്ചയായും ഈ ശബരിമല വിഷയം തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ചർച്ചയായി വന്ന ഒരു കാര്യമാണ്. കുറഞ്ഞത് 5-6 മണ്ഡലങ്ങളിലെങ്കിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. അവിടെ നേട്ടം ആർക്കായിരിക്കും? BJPയും UDFും ആ വിഷയത്തിൽ നേട്ടം കൊയ്യുമെന്ന് പറയുമ്പോഴും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ടോ സർക്കാർ സ്വീകരിച്ച ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകും എന്ന രീതിയിൽ? സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക്, നിയമത്തെക്കുറിച്ച് ധാരണയുള്ള ആളുകൾക്ക് ഈ ശബരിമല വിഷയത്തിൽ ഈ ഗവൺമെൻറ് എടുത്ത നടപടികൾ ഇതല്ലാതെ വേറെ നടപടി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യമാകും. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ വലിയ മുതലെടുപ്പൊന്നും നടത്താൻ ഇവർക്കൊക്കില്ല. കുറച്ച് നേരത്തെ BJPയിലും കോൺഗ്രസിലും വിശ്വസിച്ചിരുന്ന ആൾക്കാരെ അവരിൽ നിന്ന് മാറിപ്പോവാതിരിക്കാൻ അവർ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ തളച്ചിടാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളത് കവിഞ്ഞ് ഒരു നേട്ടവും കൊയ്യാൻ പോണില്ല. BJP ഇവിടെ അക്കൗണ്ട് തുറക്കാനും പോണില്ല. തിരുവനന്തപുരത്തും പത്തനംതിട്ടയാണല്ലോ ഇത് വന്നത്. പത്തനംതിട്ടയിൽ ഈ ശബരിമല ഇഷ്യൂവിന് ശേഷമാണ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ 45% വോട്ട് LDFന് കിട്ടി, 35% വോട്ട് UDFന് കിട്ടി. BJPക്ക് 0.25% വോട്ട് കൂടിയില്ല. ആ സീറ്റ് ഇടതുപക്ഷമാണ് ജയിച്ചു. ശബരിമല അയ്യപ്പൻ ഇരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ 30 മണ്ഡലങ്ങളിൽ നടന്ന 30 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾ അവർക്ക് നന്നായി അറിയാം ഇത് ആളെ പറ്റിക്കാനാണ് ഈ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്നത്. ശബരിമല അയ്യപ്പനെയും ബാബറുടെ പള്ളിയും തകരാതെ കാത്തു സൂക്ഷിച്ചത് പിണറായി വിജയൻ ഈ ഗവൺമെൻറ്റുമാണ്. ആ ഗവൺമെൻറ്റിനാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ള വിശ്വാസം കേരളത്തിലെ, ഇന്ത്യയിലെ ശബരിമലയെ സ്നേഹിക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ 2004 തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തേക്കാൾ മെച്ചപ്പെട്ട ഫലത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കും. അണത്തിലോട്ടമാനത്തിനാണ് ചേർന്നത്. ഒപ്പം രാജേഷ്, രാധാകൃഷ്ണ മേനോൻ, സജീവൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ രാധാകൃഷ്ണ മേനോൻ, രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി പറയുന്നു വിശ്വാസം കോൺഗ്രസ് സംരക്ഷിക്കും, തങ്ങൾ അധികാരത്തിലെത്തിയാൽ തങ്ങൾ അതിന് മുൻഗണന നൽകും. നരേന്ദ്രമോദിയും പറയുന്നു ഭരണഘടനാപരമായും നിയമപരമായും വിശ്വാസ സംരക്ഷണത്തിനുള്ള എല്ലാ മാർഗങ്ങളും തങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പോഴാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ഓർഡിനൻസ് ഇറക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനാവില്ല, അത് ചെയ്യേണ്ട സംസ്ഥാന സർക്കാരാണ്. വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? ശബരിമല സമരത്തിലടക്കം മുൻകൈയെടുത്തു നിന്ന, അവിടെ ഒരുപാട് സജീവമായി പങ്കാളിത്തം വഹിച്ച ഒരു പാർട്ടി, നേതാക്കൾ പലർക്കെതിരെയും കേസുകൾ കൊണ്ട് നേതാക്കൾ പലരും വലയുന്ന ഒരു പാർട്ടി, സംസ്ഥാന നേതൃത്വമടക്കം വലിയ തോതിൽ ശബരിമല സമരത്തിന് പിന്തുണ കൊടുത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഇത്തരം ആശയക്കുഴപ്പങ്ങൾ വോട്ടർമാർക്കിടയിൽ ഈ അവസാന ഘട്ടത്തിൽ എത്തിക്കുന്നത്
എന്ത് ഗുണം ചെയ്യും ബി ജെ പിക്ക്? അല്ല, ഇവിടെ പറഞ്ഞതുപോലെയുള്ള യാതൊരു കൺഫ്യൂഷനും ഇതുമായി ബന്ധപ്പെട്ട വോട്ടർമാർക്കിടയിൽ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. കാരണം വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് BJP ഈ വിഷയത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ശബരിമല വിഷയത്തെ സംബന്ധിച്ച് BJP സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിലുൾപ്പെടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായി പ്രവർത്തിക്കുമ്പോൾ മുൻപ് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും ഒക്കെ ആയി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ആ കേസിൽ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുള്ള ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതേപോലെ രഹ്ന ഫാത്തിമയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിലപാടെടുത്ത പരാതി കൊടുത്തു, അറസ്റ്റ് ചെയ്യിച്ചതാണ്. അപ്പം BJPയുടെ നേതൃത്വത്തിൽ ആ കാര്യങ്ങളിൽ കൃത്യമായി തന്നെ നിയമപരമായും അതാത് സമയത്ത് ഇടപെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവിടെ ഈ പറയും പോലെയുള്ള യാതൊരു കൺഫ്യൂഷൻ്റെയും കാര്യമില്ല. BJPയുടെ പ്രകടന പത്രികയിൽ കൃത്യമായി അയോധ്യ പ്രശ്നത്തിൻ്റെ അതേ പ്രാധാന്യത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇപ്രാവശ്യം. അതിൽ കൃത്യതയോടുകൂടി പറയുന്നുണ്ട്, സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഈ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ശ്രദ്ധയിൽപ്പെടുത്തും. അതിനുശേഷം അടുത്ത ലൈനായി പറയുന്നുണ്ട്, ഭരണഘടനാപരമായ അതിന് തീരുമാനമുണ്ടാക്കാനും പരിശ്രമിക്കും എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് നൽകും എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് ആ ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത് സ്ത്രീ സമത്വത്തിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സ്ത്രീ സമത്വമല്ല ഇവിടെ പ്രശ്നം, വിശ്വാസമാണ് പ്രശ്നം എന്നുള്ളത് ഈ സമരത്തിൻ്റെയും പ്രചരണത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യപ്പെട്ടു. ഇനി BJPയിലെയോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പ്രസ്ഥാനത്തിലുള്ള ഏതെങ്കിലും നേതാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായം പണ്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഇപ്പം മാറിയിരിക്കുന്നു. ഇത് വിശ്വാസം തന്നെയാണ് ഈ വിഷയത്തിലെ അടിസ്ഥാന പ്രശ്നം എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് അത് നടപ്പാക്കും എന്ന നിലപാട് ഏറ്റവും കൃത്യമായിട്ടെടുത്തത് BJPയും BJPയുടെ പ്രകടന പത്രികയും മാത്രമാണ്. അതല്ലാതെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ആ കാര്യം പറഞ്ഞിട്ടില്ല, അവരൊട്ട് പറയുകയുമില്ല, അവർ പ്രവർത്തിക്കാനും പോകുന്നില്ല എന്ന് ജനങ്ങൾക്കറിയാം. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വിധിയുടെ മറവിൽ രഹ്ന ഫാത്തിമയെയും അതുപോലെയുള്ള ആക്ടിവിസ്റ്റുകളെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ട് വന്ന് കയറ്റുകയാണ് ചെയ്തത്. അതൊന്നും കയറ്റാൻ ഒരു കേന്ദ്ര സർക്കാരും പറഞ്ഞില്ല, സുപ്രീം കോടതിയും പറഞ്ഞില്ല. ഇവരെന്തിനാ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് പോലീസിൻ്റെ യൂണിഫോം കൊടുത്ത് അവിടെ കയറ്റിയത്? ഇതൊക്കെ ജനങ്ങൾ നന്നായി കണ്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുള്ള തീരുമാനം ജനങ്ങൾ എടുക്കുമ്പോൾ അത് ആർക്ക് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഒന്നാമത്തെ കാര്യം. രാജേഷ്, തിരിച്ചു വരാം. രാജേഷ്, ഇത്തരത്തിൽ ഈ മധ്യ കേരളത്തിലായാലും തെക്കൻ കേരളത്തിലായാലും UDFന് കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലങ്ങളിൽ പലതിലും, ഇപ്പോൾ മാവേലിക്കരി ആയാലും കൊല്ലമായാലും തിരുവനന്തപുരമായാലും പത്തനംതിട്ടയായാലും ഒക്കെ ശബരിമല ഫാക്ടർ വലിയ തോതിലൊരു ഘടകമാകാൻ പോവുകയാണ്. അവിടെ രാഹുൽ ഗാന്ധി വന്ന് പറയുന്നു, വിശ്വാസം ഞങ്ങൾ സംരക്ഷിക്കും, ശബരിമലയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ തന്നെയും. നരേന്ദ്രമോദിയും എന്ന് പറയുന്നു, വിശ്വാസം സംരക്ഷിക്കും, തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഭരണഘടനാപരമായി നിയമപരമായി നടപടികൾ എടുക്കും എന്ന രീതിയിൽ. ഇവിടെ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് ഒരു ആശയക്കുഴപ്പമുണ്ട്. ശരിക്കും വിശ്വാസികൾക്കൊപ്പം ആരാണ് നിൽക്കുന്നത്? ഈ വിശ്വാസികളെ ആൾക്കാർക്കെങ്കിലും അത് ഈ ശബരിമല സമരത്തിൽ മുൻകൈയെടുത്ത് കേസ് അറസ്റ്റോ ഒക്കെ ഭരിച്ചത് BJP നേതാക്കളാണ്. അവിടെ എന്താണ് കോൺഗ്രസിന് താല്പര്യം? എന്താണ് കോൺഗ്രസ് അവിടെ വഹിച്ച പങ്ക് എന്ന ചോദ്യം BJP നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരത്തിൽ വിശ്വാസികൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടോ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്? തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ഈ സമയം വരെ മുൻകൈയെടുത്ത മുന്നണി ആരാണ്, പാർട്ടി ആരാണ് എന്ന കാര്യത്തിൽ അത് കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഒട്ടും ആശങ്കയില്ല. കാരണം ഇതിൽ വിശ്വാസത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ശബരിമലയുടെ പേരിലോ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചോദിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ വിശ്വാസികൾക്ക് അറിയാം എന്താണ് കോൺഗ്രസ് എടുത്ത നിലപാട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റിൽ വളരെ വ്യക്തമായി പറഞ്ഞു. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോൾ ആദ്യമായി പുനഃപരിശോധന ഹർജിക്ക് പോയതായ BJP ആണോ? കോൺഗ്രസിൻ്റെ നേതാവ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനാണ് പുനഃപരിശോധന ഹർജി കൊടുത്തത്. അതോടൊപ്പം നിയമസഭയിൽ അവിടെ വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവൺമെൻറ് 144 പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് സ്വതന്ത്രമായി ശബരിമലയിൽ പോയി ദർശനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നിയമസഭയിൽ അനിശ്ചിതകാലമായി സത്യാഗ്രഹം നടത്തിയത് കോൺഗ്രസ്സാണ്. വിശ്വാസ സംരക്ഷണത്തായി കോൺഗ്രസ് 3 ജാഥകൾ നടത്തി. ശ്രീ K മുരളീധരൻ നയിച്ച ജാഥ, അതുപോലെ വടക്കൻ കേരളത്തിൽ നിന്ന് ശ്രീ K സുധാകരൻ നയിച്ച ജാഥ,
ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നയിച്ച ജാഥ ആ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ നിലപാട് തന്നെയാണ് UDF കോൺഗ്രസ് ആ കാലഘട്ടത്തിൽ എടുത്തിട്ട്. അതിനൊന്നും ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ല. പിന്നെ 5 വർഷക്കായി ഈ ഗവൺമെന്റ് അധികാരത്തിൽ BJPയുടെ ഗവൺമെന്റ് അല്ലേ കേന്ദ്രത്തിൽ, എന്തുകൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവന്നത്? ഇനി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഓർഡിനൻസ് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് വെറും ശുദ്ധ തട്ടിപ്പല്ലേ നടത്തുന്നത്. ഇവിടെ വന്ന് ജനങ്ങളെ ഇളക്കി വിടുക, പ്രസംഗിക്കുക, അതല്ലാതെ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഗവൺമെന്റ് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒന്നാം UPA ഗവൺമെന്റ് ഇന്ത്യ ഭരിച്ചതാണ്, 2 UPA ഗവൺമെന്റുകൾ ഭരിച്ചതാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ് ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ. ഞങ്ങൾ 72,000 കോടി രൂപയുടെ കാർഷിക കടം എഴുത്തള്ളി, ഞങ്ങൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി, ഞങ്ങൾ സേവനാവകാശ നിയമം നടപ്പിലാക്കി, ഞങ്ങൾ വിവരാവകാശ നിയമം നടപ്പിലാക്കി, ഞങ്ങൾ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കി. ഇത് പറഞ്ഞല്ലേ ഞങ്ങൾ വോട്ട് ചോദിച്ചത്, ഇത് പറഞ്ഞല്ലേ ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചത്. ഇപ്പൊ ജനങ്ങളെ സമീപിക്കാൻ ഒന്നുമില്ല, അഴിമതിയല്ലാതെ മറ്റൊരു കാര്യവും ജനങ്ങളുടെ മുന്നിലേക്കില്ല. ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഞങ്ങൾ വിശ്വാസം സംരക്ഷിച്ചു. എന്ത് വിശ്വാസമാണ് BJP സംരക്ഷിക്കുന്നത്? എന്ത് വിശ്വാസം? ആരുടെ വിശ്വാസം സംരക്ഷിച്ചു? നിങ്ങളൊരു വിശ്വാസവും സംരക്ഷിച്ചിട്ടില്ല. നിങ്ങൾ വിശ്വാസികളെ ചതിച്ചു, നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ചതിച്ചു. പിണറായി വിജയൻ ഒരു ഭാഗത്ത് BJPക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ വർഗീയതയ്ക്ക് വഴിമരുന്നിടാൻ വേണ്ടി അവിടെ വിശ്വാസികൾക്ക് നേരെ ഒരു വെല്ലുവിളി, പരസ്യമായ വെല്ലുവിളി ആ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ ഒരു റിവ്യൂ ഹർജി കൊടുക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായോ? ആ ഗവൺമെന്റ് ഒരു സുപ്രീം കോടതി വിധി വന്നു, ഒരു സാവകാശം കൊടുക്കണ്ടേ, റിവ്യൂ ഹർജി കൊടുക്കണ്ടേ? അതിനൊന്നും തയ്യാറാകാതെ ഇവിടെ ഞങ്ങൾ അവിശ്വാസികളെയും കയറ്റും. ഞങ്ങൾ സ്ത്രീകളൊന്നും അവിടെ ശബരിമലയിലേക്ക് തള്ളിക്കയറി വന്നില്ലല്ലോ. ഇവിടെ വിധി ഉണ്ടായപ്പോൾ സ്ത്രീകളൊന്നും തള്ളിക്കയറി വന്നില്ലല്ലോ. നിങ്ങൾ എന്തിനാ പോലീസ് പ്രൊട്ടക്ഷൻ നടത്തിക്കൊണ്ട് അവിശ്വാസികളെ, ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റം? അവിടെയാണല്ലോ BJPക്ക് ഇതിലൊരു നേട്ടം. അതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. അതായത് ഇത്തരത്തിൽ ഒരു വിധി തിടുക്കപ്പെട്ട് നടപ്പിലാക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചു എന്ന ആക്ഷേപം ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ 2-3 യാത്രകൾ കൊണ്ട് അതിനെ തടുക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു? അവിടെ ശബരിമലയിൽ അടക്കം ചെന്ന് സമരം ചെയ്ത് BJP ആണ് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. വിശ്വാസികളുടെ ആ രീതിയിലുള്ള ശബരിമലയിൽ വിശ്വാസം ഭഞ്ചിക്കത്തക്ക രീതിയിൽ സ്ത്രീകളെ കയറ്റാനായി സർക്കാർ ഒരുങ്ങിപ്പോകുമ്പോൾ അവിടെ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത് BJP ആണ്. അതുകൊണ്ട് അയ്യപ്പ ഭക്തരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ വികാരം സംരക്ഷിക്കുന്നതിന് അതിനുള്ള അവകാശം തങ്ങൾക്കാണെന്നാണ് BJP പറഞ്ഞു വെക്കുന്നത്. കേസ് നിങ്ങൾ പോയി ശബരിമലയിൽ പോയി എന്താണ് ചെയ്തത്? അവിടെ നിങ്ങൾ പോയി 18ാം പടിയിൽ പോയി അവിടെ വിശ്വാസം സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടിയത്? അതല്ലല്ലോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശബരിമല പുണ്യ പൂങ്കാവനമാണ്, അവിടെ ഒരു പുണ്യസ്ഥലമാണ്. വിശ്വാസികൾക്ക് അവിടെ സ്വതന്ത്രമായി ദർശനം നടത്താൻ കഴിയണം. ആ സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങളും ഒരു ഭാഗത്ത് പോലീസും ഈ ഗവൺമെന്റ് ശ്രമിച്ചില്ലേ? അതല്ലല്ലോ ചെയ്യേണ്ടത്. അവിടെ നിയമപരമായിട്ടല്ലേ നേരിടേണ്ടത്. അതല്ലെങ്കിൽ ആ ഗവൺമെന്റിനെ നേരിടാൻ വേണ്ടി നമുക്ക് അല്ലാത്ത മാർഗങ്ങളുണ്ടല്ലോ. ശബരിമലയിൽ പോയി അക്രമം നടത്തി ആ സമരത്തിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ അക്രമം നടത്തി അല്ലെങ്കിൽ കേരളത്തിൽ ഹർത്താൽ നടത്തി അതിന്റെ പേരിൽ ഞങ്ങൾ വിശ്വാസികൾ മുഴുവൻ ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് എന്തൊരു ശുദ്ധ ഭോഷ്കത്തരമാണ്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. ഇത് വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ കേരളത്തിൽ പഠിക്കുന്ന ജനങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ കേസുണ്ടെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യണമെന്ന് നിർത്താൻ പോയപ്പോ അതിനെ തടയാൻ ആരുണ്ടായിരുന്നു? ആരാ ഉണ്ടായിരുന്നത്? അവിടെ അവിശ്വാസികൾ കയറിയപ്പോൾ എന്താണ് നടന്നത് ശബരിമലയിൽ? അതൊന്നും അല്ല ശബരിമലയിൽ പോയി അക്രമം നടത്തുക അല്ലല്ലോ ഇതിന്റെ മാർഗം. നിങ്ങൾ സുപ്രീം കോടതി പോയോ? റിവ്യൂ ഹർജി കൊടുക്കാൻ വേണ്ടി ആദ്യം പോയതാരാ? നിങ്ങൾ നിയമനിർമ്മാണം നടത്തിയോ? ഇതൊന്നും വേണ്ടല്ലോ. കേന്ദ്ര ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്താൻ കഴിയുമായിരുന്നല്ലോ. അത് ചെയ്തില്ലല്ലോ. അത് ചെയ്യാതെ ഇനി എന്ത് വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി? സജീവൻ ഇപ്പോൾ രാജേഷ് ചൂണ്ടിക്കാട്ടിയ 2-3 വിഷയങ്ങളുണ്ട്. അതിപ്പോൾ രാജേഷ് ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിനെതിരെ ഇറക്കാവുന്ന കുറെ കാര്യങ്ങൾ, റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് പെട്രോൾ ഡീസൽ വില വർധന വലിയ തോതിൽ ചർച്ചയായ രാജ്യമാണിത്. ഒപ്പം ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നതും അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വോട്ടർമാർക്കിടയിൽ എത്തിക്കാൻ കോൺഗ്രസിനെ പോലെയുള്ളൊരു പാർട്ടിക്കായോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനായോ അത്തരം യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടോ തെരഞ്ഞെടുപ്പിൽ? ശബരിമലയിൽ മാത്രം ഊന്നിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ആർക്ക് ഗുണം ചെയ്യും? അത് ആർക്ക് വോട്ട് നേടിക്കൊടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രസക്തമായി മാറുകയല്ലേ? യഥാർത്ഥ വിഷയങ്ങൾ വോട്ടർമാർക്കിടയിൽ കോൺഗ്രസും എത്തിക്കുന്നതിൽ കോൺഗ്രസും ഒപ്പം ഇടതുപക്ഷവും പരാജയപ്പെടുകയല്ലേ ചെയ്തത്? തീർച്ചയായിട്ടും ഒരു സംശയമില്ല. കാരണം ഇപ്പോൾ രാജേഷ് ഇവിടുത്തെ കുറേ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, രാജേഷ് പറഞ്ഞു ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് പലതിനോട് അംഗീകരിക്കാം. പക്ഷേ ഇത് എപ്പോഴാണ് അവർ പറഞ്ഞത്? ഈ പ്രശ്നം വന്ന സമയത്ത് ഈ പൂർണ്ണമായിട്ടും കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാർ മൊത്തമായിട്ട് KPCC പ്രസിഡന്റ് മുതൽ അവരുടെ ബൂത്ത് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ എന്താണ്? പിണറായി വിജയൻ ഇവിടെ എന്തോ വിശ്വാസികളെ ആകെ കൊലവിളി നടത്തി എന്നുള്ള രീതിയിലാണ്. പിണറായി വിജയൻ്റെ ഭാഗത്തുണ്ടായ തെറ്റുകളെക്കുറിച്ചൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് സമ്മതിക്കാം. കാരണം അനാവശ്യമായ തിടുക്കം കാണിക്കുകയും ഇത് ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ നടപ്പാക്കി കളയാം എന്ന രൂപത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ
ഇത് ഇവരുടെ പ്രചരണത്തിൽ BJP നടത്തിയ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും എന്തുകൊണ്ട് വെളിച്ചത്ത് കൊണ്ടുവന്നില്ല? BJP പറഞ്ഞ അതേ കാര്യം ഇവർ ആവർത്തിച്ചു. ആകെ ചെയ്തത് ഇപ്പോൾ രാജേഷ് പറയുന്ന രൂപത്തിൽ അവർ 18-ാം പടിയുടെ മുമ്പിൽ പോയിട്ട് തടയാൻ പോയില്ല എന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ബാക്കിയെല്ലാം BJP പറഞ്ഞ അതേ കാര്യമാണ്. ഇവിടെയുള്ള പ്രശ്നം എന്താ? രാധാകൃഷ്ണ മേനോൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പിന്നെ എന്താണ് ഇവിടെ കേസ് കൊടുത്തു. രാധാകൃഷ്ണ മേനോൻ എപ്പോഴാണ് കക്ഷി ചേർന്നത്? ഈ കേസിൽ കക്ഷി ചേർന്നിട്ടില്ല. രാധാകൃഷ്ണ മേനോൻ വിധി വന്നതിന് ശേഷമാണ് ഇതിൽ സുപ്രീം കോടതിയുടെ മുമ്പാകെ പോയത് റിവ്യൂ ഹർജിയുമായിട്ട്. അല്ലാതെ കേസ് വന്നപ്പോൾ രാധാകൃഷ്ണ മേനോൻ ഉൾപ്പെടെ ഒരു BJP അതെ അത് കേസിന്റെ വിധി വന്നതിന് ശേഷമാണ്. വിധി വന്നതിന് മുമ്പേ ഞാൻ ചോദിച്ചു 12 വർഷക്കാലത്തിൽ എപ്പോഴാണ് ഏതെങ്കിലും ഒരാൾ കൊടുത്തത്? പിന്നെ ഇവിടെ രാജേഷ് പറഞ്ഞ കാര്യം, ഞങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് തള്ളിക്കളഞ്ഞു. ഈ രാജേഷ് നിങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് 2016 അതിന് മുമ്പ് VS അച്യുതാനന്ദന്റെ കാലത്ത് കൊടുത്ത അഫിഡവിറ്റ് അല്ലല്ല, അങ്ങനെയില്ല. സർക്കാർ ഈ കോടതി ഈ കേസിൽ കക്ഷി പോലും അല്ല. സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ച അഫിഡവിറ്റാണ്. നിങ്ങൾ ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു. VS അച്യുതാനന്ദന്റെ കാലത്ത് ഞങ്ങൾക്ക് സ്ത്രീകൾ എതിർപ്പില്ല എന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറയട്ടെ 2016 ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അഫിഡവിറ്റ് കൊടുത്തത്. അത് ഇറങ്ങാൻ കാലത്ത് അത് സ്വാഭാവികമായിട്ടും LDF വന്നപ്പോൾ ഇപ്പോൾ പഴയ പിണറായി അല്ല VS അച്യുതാനന്ദൻ്റെ കാലത്തെ അഫിഡവിറ്റ് വീണ്ടും അതേപടി കൊടുത്തു. അത് അവർ ചെയ്ത് ശരിയാണോ തെറ്റാണോ അതിലേക്ക് എനിക്ക് അവർ പോയി സ്ത്രീകൾ കയറിയാലും ഇല്ലെങ്കിൽ എന്താണെന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. ഞാൻ പറയുന്നത് ഇവിടെ കാണിച്ച ഇതാണ്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം പറയുന്നത് ഉള്ള പ്രശ്നം ഇവിടെ എന്താണുള്ളത്? ഈ അഫിഡവിറ്റ് കൊടുത്തിട്ട് നിങ്ങൾ കേസിൽ കക്ഷി ചേർന്നില്ല എന്നും ഉള്ള കാര്യം മാത്രമല്ല, ഈ കേസ് ഇപ്പോൾ പറയുന്നത് എന്താണ്? ഞങ്ങളിത് ഈ അധികാരത്തിൽ വന്നാൽ, ഇപ്പോൾ രാജേഷ് പറഞ്ഞല്ലോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സുപ്രീം കോടതിയിൽ ഇക്കാര്യം ബോധിപ്പിക്കും. എന്തേ ഇക്കാലത്ത് ഈ വിധി വന്നതിന് ശേഷം സുപ്രീം കോടതിയിൽ ഇക്കാര്യം ബോധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞ് ഇനി പറയുന്ന വേറെ കാര്യം, അത് പറ്റിയില്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ പരിഹാരമുണ്ടാക്കും. എങ്ങനെയാണ് നിങ്ങൾ ഇതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതാണോ, കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടതാണോ, യൂണിയൻ ലിസ്റ്റിൽ പെട്ടതാണോ എന്ന കാര്യം ഉറപ്പിച്ച് പറയൂ. അത് പറയുന്നില്ലല്ലോ. ഇത് ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? സുപ്രീം കോടതി ഇതെടുത്ത് ഭരണഘടനാ ബെഞ്ചിന് കൊടുത്തത് എന്തുകൊണ്ടാണ്? ഇത് ഭരണഘടനാ പ്രശ്നമാണ്. ഭരണഘടന എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ 77ാമത്തെ നേരത്തെ അതല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന് ശ്രീധരൻപിള്ള എന്താ പറഞ്ഞത്? ശ്രീധരൻപിള്ള പറഞ്ഞത് എൻ്റെ സംശയം അതാണ്. ശ്രീധരൻപിള്ള പറഞ്ഞത് എന്താ? ഇത് കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ ചോദിക്കുക. എനിക്കിപ്പോൾ ഏതിൽ പെട്ടാലും പാസ്സാക്കിയാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ഇതെന്താണ് നിങ്ങൾ പറയുന്ന കാര്യം ജനങ്ങളോട് പറയുമ്പോൾ കൃത്യമാവണ്ടേ? ഇത് നിങ്ങൾ ഒന്നുകിൽ ശ്രീധരൻപിള്ള പറയണം, ഇത് കേന്ദ്ര സർക്കാരിന് എല്ലാം ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് തൽക്കാലം വേറെ കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്ന്. പക്ഷേ ഞാൻ പറയുന്നു ഇവിടെ നിയമനിർമ്മാണം നടത്താൻ പറ്റില്ല, ഓർഡിനൻസ് ഇറക്കാൻ പറ്റില്ല. താങ്കൾ പറയും ഏത് ലിസ്റ്റിൽ പെട്ടാലും കേന്ദ്ര സർക്കാരിന് പറ്റും. ഞങ്ങളെപ്പോ നാളെ അല്ല, ഇതില് ഞങ്ങൾ കൃത്യമായി പറയുന്നു, ഇതിൽ കാരണം അന്ന് ഇത് സ്ത്രീ സമത്വത്തിന്റെ വിഷയമാണ് എന്ന് പറഞ്ഞ് ദുഷ്പ്രചരണം നടത്തുന്നു സമൂഹത്തിന് മുന്നിൽ. തീർച്ചയായിട്ടും ആ ഒരു അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഈ കാര്യം പരിഗണനയിലിരിക്കുന്നു. ഇപ്പോഴും അത് പരിഗണനയിലിരിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു തീരുമാനത്തിന് വിധേയമായിട്ടാണ് നിയമം പാസ്സാക്കേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരാണ് BJP. കാരണം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച, സുപ്രീം കോടതി അന്തിമമായി ഇതിനകത്ത് തീരുമാനമെടുക്കട്ടെ. കാരണം പരിശോധിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ആ തീരുമാനം അതല്ലാതെ വരുമ്പോൾ നിയമം നിർമ്മിക്കും. അതാണ് തീരുമാനം. ഒന്ന്. രണ്ട്, ഇന്നിപ്പോ ഇപ്പോൾ വ്യാപകമായി ഇവിടെ അക്രമമാണല്ലോ ഇന്ന്. കാരണം എന്താ? ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ BJPയുടെ വിജയം ഉറപ്പായ പ്രദേശങ്ങളിൽ, BJP മുന്നോട്ട് പോയ പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ UDFും LDFും ഒരുമിച്ച് BJP ആക്രമിക്കുകയാണ്. അതാണ് ഇന്ന് കേരളം മുഴുവൻ കണ്ടത്, എല്ലാ പ്രദേശത്തും കണ്ടത്. കാഞ്ഞിരപ്പള്ളിയിൽ, തിരുവല്ലയിൽ, കരുനാഗപ്പള്ളിയിൽ, തിരുവനന്തപുരത്ത് എന്ന് വേണ്ട കേരളത്തിലുടനീളം ഇന്ന് അക്രമമല്ലേ? കാരണം എന്താ? രാജേഷ്, ഈ പറഞ്ഞതുപോലെ ഈ വല്ലാത്ത ഒരു തീവ്രത ഈ 10-45 ദിവസമായി നടന്ന
പ്രചരണ രംഗത്ത് വല്ലാത്ത ഒരു തീവ്രതയുണ്ടായിരുന്നു. വിഷയങ്ങൾ മാറി മറിഞ്ഞു വന്നു. അതിപ്പോൾ ശബരിമലയായാലും മറ്റു വിഷയങ്ങളായാലും ഒക്കെ മാറി മറിഞ്ഞു വന്നു. നേതാക്കളുടെ വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. ദേശീയ നേതാക്കളടക്കം കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഒരു വരവുണ്ടായിരുന്നു. ഇത്രത്തോളം തീവ്രമായൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതൊക്കെ തന്നെ ആയിരിക്കുമോ ഈ അവസാന ദിവസം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടന്ന അക്രമ പ്രവർത്തനങ്ങളിലേക്ക് പ്രവർത്തകരെ എത്തിച്ചത്? വല്ലാത്ത ആവേശം, അത് മറ്റൊരു തരത്തിലേക്ക് വൈകാരികമായി പ്രവർത്തകർ സ്വീകരിച്ച ഒരു രീതി ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത്. അത് തന്നെ ഈ അക്രമ സംഭവങ്ങളിലേക്ക് നയിക്കുകയാണോ ഉണ്ടായത്? രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്നതോടെ കേരളത്തിന് തെരഞ്ഞെടുപ്പ് അജണ്ട തന്നെ മാറിക്കഴിഞ്ഞു. കേരളത്തിൽ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളത് ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ആവേശം പകർന്നിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകർന്നിട്ടുണ്ട്. അതിലൊന്നും സംശയമില്ല. പക്ഷേ ഞങ്ങൾ ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് അല്ല, അത് കാണാം, എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കേരളത്തിലെ വയനാട് അടക്കമുള്ള 5-6 മണ്ഡലങ്ങൾ ഞങ്ങൾ 1,00,000-ലധികം, വയനാടിലുള്ള ഭൂരിപക്ഷം നമുക്ക് വരുമ്പോൾ കാണാം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി കേരളത്തിൽ ആദ്യം മുതൽ കേരളത്തിൽ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാണെന്ന്. അത് ഏറ്റവും ഒടുവിൽ പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരട്ട കൊലപാതകം, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വളരെ വൈകാര്യമായി കേരളത്തിലെ ജനതയുടെ മനസ്സ് നൊന്ത, ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കൊലപാതകങ്ങളായിരുന്നു. CPM ഒരു അക്രമത്തിൻ്റെ പാർട്ടിയാണ്, കൊലപാതകത്തിൻ്റെ പാർട്ടിയാണ്. അവിടെയാണ് വീണ്ടും CPM ഇതിന് ഒരു പ്രേരക ശക്തിയായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇതിന് ഞങ്ങൾ പ്രോത്സാഹനം നൽകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ CBI കേസിൽ കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ശ്രീ ജയരാജനെ സ്ഥാനാർത്ഥിയാക്കുക കൂടി ചെയ്തു. കേരളത്തിൽ അക്രമത്തിന്റെ വക്താക്കൾ CPM ആണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാനിതാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമാപനം കഴിച്ചിട്ടാണ് വരുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെ ഏറ്റവും സമുന്നതരായ നേതാവ്, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണി, അദ്ദേഹം തീരദേശ പ്രദേശങ്ങളിലൂടെ ഉള്ള റോഡ് ഷോ, അദ്ദേഹത്തിന്റെ പര്യടന പരിപാടി ആരംഭിച്ചപ്പോൾ വേളിയിൽ വെച്ച് CPMകാർ വളരെ ആസൂത്രിതമായി ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ വാഹനം മുന്നോട്ടെടുക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് നേരെ ആക്രമിക്കാൻ മുതിർന്നു. അദ്ദേഹം വളരെ സമചിത്തതയോടുകൂടി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കോൺഗ്രസ് പ്രവർത്തകർ പകച്ചു നിന്നപ്പോൾ അദ്ദേഹം ആ വാഹനത്തിൽ നിറങ്ങി ഞാൻ നടന്നായാലും ഈ പര്യടനം പൂർത്തിയാക്കും. അദ്ദേഹം അവിടെ നിന്ന് നടക്കാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെ ആ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. അവിടെ പോലീസുണ്ട്. ഒരു പോലീസുകാരൻ പോലും ഇടപെട്ടില്ല. ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസ് സംവിധാനം മുഴുവൻ നിഷ്ക്രിയമായി നിന്നുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും സമുന്നതനായ നേതാവ് ശ്രീ AK ആന്റണിയെ പോലും ആക്രമിക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ CPM മാറിയിരിക്കുന്നു. ഈ അക്രമ രാഷ്ട്രീയത്തിന് എവിടെ എത്തി നിൽക്കുമെന്നുള്ള കാര്യം CPM മറുപടി പറയണം. ഒടുവിൽ അദ്ദേഹം അവിടെ നിന്ന് പ്രചരണം ആരംഭിച്ചു. നിശ്ചയദാർഢ്യത്തോടുകൂടി അദ്ദേഹം ആ പ്രചരണ പരിപാടി പൂർത്തിയാക്കി. ഒരു ഇത്രയും സംഘടിതമായ ഒരു ആക്രമണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെയുള്ള അധിക്ഷേപം അത് ആദ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ സമുന്നത നേതാക്കളെ പോലും ഈ രീതിയിലാണ് CPM കൈകാര്യം ചെയ്യുന്നതെങ്കിൽ AK ആന്റണിയെ പോലുള്ള നേതാവിനെ പോലും കൈകാര്യം, സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെ എത്ര ക്രൂരമായിട്ടായിരിക്കും CPM ഈ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പെരിയയിലായാലും അത് എടയന്നൂരിലെ ഷുഹൈബായാലും ഈ അക്രമങ്ങളുടെ പരമ്പരയാണ് കേരളത്തിൽ CPM സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അക്രമത്തിനെതിരായ ഒരു വലിയ ചിന്ത കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPMന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്നത്. ശ്രീ സജീവൻ, അവസാനമായി ഈ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത രീതിയിലുള്ള ആവേശത്തിലാണ് കുട്ടിക്കലാശം സമാപിച്ചത്. അക്രമ സംഭവങ്ങൾ ഉണ്ടായതൊക്കെ പ്രവർത്തകർ വൈകാരികമായി പ്രചരണ വിഷയങ്ങളെയൊക്കെ കണ്ടതുകൊണ്ടാവണം. സർവേ ഫലങ്ങളിൽ UDF വലിയ ആത്മവിശ്വാസം അവർക്ക് ഉണ്ട്. ചിട്ടയായ പ്രവർത്തനവും സ്ഥാനാർത്ഥികളുടെ മികവും തങ്ങളെ രക്ഷിക്കുമെന്ന് LDF വിചാരിക്കുന്നു. 3-4 മണ്ഡലങ്ങളിലെങ്കിലും അട്ടിമറി ഉണ്ടാക്കാമെന്ന് BJPയും പറയുന്നു. ഏതായാലും BJP വലിയ തോതിൽ വോട്ട് പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ശബരിമല വിഷയമായ മണ്ഡലങ്ങളിലെങ്കിലും ഇത് ആർക്ക് ഗുണം ചെയ്യും? തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ചോദ്യം പോലെ അടിയൊഴുക്കുകളായിരിക്കുമോ ഇത്തവണ തെരഞ്ഞെടുപ്പ് പരാജയവും വിജയവും നിശ്ചയിക്കുക? താങ്കളുടെ ഒരു വിലയിരുത്തൽ അവസാനമായി എന്താണ്? തീർച്ചയായിട്ടും അടിയൊഴുക്കുകൾ എന്ന് പറഞ്ഞാൽ പല മണ്ഡലങ്ങളിലും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദേശീയ പ്രശ്നങ്ങളും സംസ്ഥാനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ശബരിമല ചർച്ച ചെയ്തത് ഇതൊക്കെ പൊതുവിഷയങ്ങളാണ്. അതല്ലാതെ ഓരോ മണ്ഡലത്തിലും പ്രത്യേകം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ആലത്തൂർ മണ്ഡലം LDFിൻ്റെ കോട്ടയാണത്. ഇപ്പോൾ പഴയ KR നാരായണൻ ജയിച്ച പോലുള്ള ഒരു ചില അത്ഭുതങ്ങളുണ്ടായി എന്നല്ലാതെ LDFന്. പക്ഷേ അവിടെ ഇപ്രാവശ്യം LDF കൺവീനർ നടത്തിയൊരു പരാമർശത്തിൻ്റെ പേരിലാണ് അവിടുത്തെ പ്രചരണ വിഷയം മുഴുവൻ അതായിരുന്നു. മറ്റ് കോഴിക്കോട് മണ്ഡലം MK രാഘവനുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പ്രശ്നത്തിൻ്റെ പേരിൽ അതൊരു വലിയ പ്രശ്നമായി തീർന്നു. വടകര മണ്ഡലത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അക്രമ രാഷ്ട്രീയം വേണോ വേണ്ടയോ എന്നുള്ള രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ഇത് ഒരു സ്ഥാനാർത്ഥിയെ
പി ജയരാജനെതിരെ മൊത്തമായിട്ട് കുറേ ആളുകൾ എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് ഒരേപോലെ രംഗത്ത് വരികയും അതൊരു കൺസോൾട്ടേഷൻ, വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട്. ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പം കൊല്ലത്തെ കാര്യം നമ്മൾ കണ്ടല്ലോ. കൊല്ലത്തെ ഒരു വോട്ട് കൈമാറ്റത്തെക്കുറിച്ച് BJPയുടെ നേതാക്കന്മാർ തന്നെ പറയുന്നു. തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള കാര്യം, തിരുവനന്തപുരത്ത് നമുക്കറിയാം 2014 ഒന്നാം പാർട്ടിയായിട്ട് വരേണ്ടിയിരുന്നത് BJP ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോഴും 2014 കണക്ക് നോക്കിയാൽ മൊത്തം 7 മണ്ഡലങ്ങളിൽ 4 മണ്ഡലത്തിലും BJP ആണ് മുന്നിൽ. ഇത്തവണയും അത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ള അടിയൊഴുക്ക് വേറെയുണ്ട്. അതിപ്പോൾ ചിലത് പറഞ്ഞു നടക്കുന്ന അടിയൊഴുക്കുണ്ടാവും, ചിലത് രഹസ്യമായി നടക്കുന്ന അടിയൊഴുക്കുണ്ടാവും, ചിലത് ന്യൂനപക്ഷ മനസ്സുകളുടെ ഭാഗമായി നടക്കുന്ന അടിയൊഴുക്കുകളുണ്ടാവും. ഇങ്ങനെയുള്ള അടിയൊഴുക്കുകളുടെ സാധ്യത വളരെ കൂടിയ തിരഞ്ഞെടുപ്പാണ് ഇത്. കാരണം ഇത് വളരെ ക്രൂഷ്യലാണ്, വളരെ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, രാജ്യത്തിൻ്റെ മതേതരത്വം, രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ ഇതൊക്കെ നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യം ഉന്നയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കാത്ത അടിയൊഴുക്കുകൾ പോലും ഇതിലുണ്ടാവാൻ സാധ്യത വളരെ കൂടുതൽ. തീർച്ചയായും അത്തരത്തിലാണ് സാഹചര്യം. വലിയ തോതിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ കലാശക്കൊട്ട് അവസാനിച്ച് നാളെ നിശബ്ദ പ്രചരണത്തിലേക്ക് സ്ഥാനാർത്ഥികളും മുന്നണികളും പാർട്ടി പ്രവർത്തകരും പോവുകയാണ്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്കും പോവുകയാണ്. അടിയൊഴുക്കുകളാകുമോ വിജയം നിശ്ചയിക്കുക എന്ന ചോദ്യമാണ് ന്യൂസ് 18 പ്രൈം ഡിബേറ്റ് പ്രേക്ഷകർക്കായി മുന്നോട്ട് വെച്ചത്. അതെ എന്ന് 76% പേരും, അല്ല എന്ന് 24% പേരും തങ്ങളുടെ പോളിംഗ് രേഖപ്പെടുത്തി. ഏതാണ്ട് 10,000-ഓളം പേർ വോട്ട് ചെയ്തപ്പോഴാണ് ഈ 7,600-ഓളം പേർ അടിയൊഴുക്കുകൾ വിജയം നിശ്ചയിക്കും എന്ന രീതിയിലുള്ള വിലയിരുത്തൽ നടത്തിയത്. അല്ല എന്ന് 24% പേർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട അതിഥികൾക്കെല്ലാം വളരെയധികം നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി എത്താം. നമസ്കാരം.